Hi everyone. Financial markets and services എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ. മണി മാർക്കറ്റ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ മണി മാർക്കറ്റ് എന്താ, അതിൻ്റെ മീനിങ് എന്താന്ന് പറഞ്ഞു, ദെൻ അതിൻ്റെ ഡെഫിനിഷൻ എന്താന്ന് പറഞ്ഞു, മണി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു, ദെൻ അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ് ആൻഡ് ഒരു മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ്. ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്താണെന്ന് നമ്മൾ പറയാൻ പോണത്. ദ ഫസ്റ്റ് വൺ, വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. That means commercial banks are the nerve center of the whole money market. They are the main suppliers of short-term funds in the money market. The existence of a well-developed commercial banking system in the country is an indication of developed money market. അതായത് ഒരു മണി മാർക്കറ്റിൽ, അതായത് നമ്മുടെ മണി മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഷോർട്ട് ടേം ഫണ്ട്സ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. സോ ഒരു വെൽ ഡെവലപ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിന്റെ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്? നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിലുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് മണി മാർക്കറ്റിന്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ദാറ്റ് നെർവ് എന്ന് പറയുന്നത്. കാരണം മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് ഷോർട്ട് ടേം ഫണ്ടുകളാണ്. സോ മണി മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഷോർട്ട് ടേം ഫണ്ടുകൾ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വെൽ ഓർഗനൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതെന്താ സൂചിപ്പിക്കുന്നത്? ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഡെവലപ്ഡ് മണി മാർക്കറ്റ്. നമ്മുടെ രാജ്യത്ത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ദർ ഈസ് എ വെരി ഗുഡ് അല്ലെങ്കിൽ ദർ ഈസ് എ ഡെവലപ്ഡ് മണി മാർക്കറ്റ്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് വൺ, രണ്ടാമത്തെ പോയിന്റ് ആണ് എക്സിസ്റ്റൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക്. നമുക്കറിയാം എല്ലാ രാജ്യത്തും there must have a central bank to monitor, control and regulate the entire money and banking system. എല്ലാ രാജ്യത്തും നമ്മുടെ entire money അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ entire എക്കണോമീനെ എല്ലാം കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനെല്ലാം ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും, ഇല്ലേ? സോ ആ സെൻട്രൽ ബാങ്ക് എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? മോണിറ്ററി പോളിസീസ് അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. സോ മോണിറ്ററി പോളിസീസ് എന്ന് പറയുമ്പോൾ അതിൽ റിപ്പോ റേറ്റ്സ്, റിവേഴ്സ് റിപ്പോ റേറ്റ്സ്, ക്യാഷ് റിസർവ് റേഷ്യോസ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോസ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തില് ഒരു സെൻട്രൽ ബാങ്കിന് മോണിറ്ററി പോളിസീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? മണി മാർക്കറ്റിലെ പ്രിവൈലിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ മണി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റുകൾ, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഫ്ലക്ച്വേഷൻസ്, അതെല്ലാം ഇത്തരത്തില് സെൻട്രൽ ബാങ്കിന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് RBIക്ക് മോണിറ്ററി പോളിസീസ് അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസീസ് എടുക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്ത് വേണം? സെൻട്രൽ ബാങ്ക് വേണം. നേരെ തിരിച്ച് സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ഇത്തരത്തിലുള്ള മോണിറ്ററി പോളിസീസ്, ഇക്കണോമിക് പോളിസീസ് എല്ലാം നമ്മുടെ മണി മാർക്കറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. യെസ്, ദ തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ആണ് അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്. നമുക്കറിയാം നമ്മുടെ മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ടുകളാണ് ഡീൽ ചെയ്യുന്നത്. സോ ഷോർട്ട് ടേം ഫണ്ടുകൾ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാ? കോൾ മണി ആവാം, ട്രഷറി ബിൽസ് ആവാം, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആവാം, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആവാം. ഇത്തരത്തില് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഈ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമുക്ക് എന്ത് വേണം? പ്രോപ്പർ ആയിട്ട് അവൈലബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ there must be sufficient resources, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് there is a ഡെവലപ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിൽ എന്തുണ്ടായിരിക്കും? there must be sufficient റിസോഴ്സസ് അല്ലെങ്കിൽ പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. Then the next one, the fourth one, proper coordination of different sectors. ഇപ്പൊ നമുക്കറിയാം ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് സെക്ടേഴ്സ് മാത്രമല്ല,
അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എല്ലാം എന്തിലുണ്ട്, നമ്മുടെ ഇക്കണോമിയിലുണ്ട്. സോ മണി മാർക്കറ്റിലും ഈ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന്റെ ഈ ഡിഫറെന്റ് സെക്ടേഴ്സിൽ ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന് എന്ത് വേണം? ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ ഇടയിൽ പ്രോപ്പർ കോർഡിനേഷൻ വേണം. Then the fifth one, lack of diversity in money rates of interest. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു മണി മാർക്കറ്റ്, ഷോർട്ട് ടേം ഫണ്ട്സ്, അവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെയാണ് അല്ലെങ്കിൽ അതിലെ ഫ്ലക്ച്വേഷൻസിനൊക്കെ മോണിറ്ററി പോളിസീസ് എടുക്കുന്നതിൽ, ഇക്കണോമിക് പോളിസീസ് എടുക്കുന്നതിലൊക്കെ ബേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇല്ലേ? സോ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കില്ല? ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ഒരുപാട് ടു മച്ച് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഡിഫറെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻട്രസ്റ്റ് റേറ്റുകളിൽ വലിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണെങ്കിൽ. ദെൻ ദ സിക്സ്ത് പോയിന്റ്, ആറാമത്തെ പോയിന്റ് ആണ് പ്രസൻസ് ഓഫ് ബിൽ മാർക്കറ്റ്. നമ്മളിനി പഠിക്കും കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പറഞ്ഞു, കോൾ മണി, ട്രഷറി ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു, അല്ലെ ട്രഷറി ബിൽസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സും ഡീൽ ചെയ്യുന്ന ഓരോ മാർക്കറ്റുകളുണ്ട്, അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നു. സോ ഒരു വെൽ ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിനെ, നമ്മുടെ ഇക്കണോമിയുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മണി മാർക്കറ്റിന്റെ ഫങ്ഷൻസിനെ സ്മൂത്ത് ആൻഡ് ചെയ്യുന്നു. അതാണ് ആറാമത്തെ പോയിന്റിൽ പറയണത്. ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് വേണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? പ്രസൻസ് ഓഫ് ബിൽ മാർക്കറ്റ്. ദെൻ ദ സെവൻത് പോയിന്റ്, സഫിഷ്യന്റ് റിസോഴ്സസ്. അപ്പോൾ അവിടെ എന്താ പറയണത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്ത് വേണം? ലാർജ് നമ്പർ ഓഫ് അല്ലെങ്കിൽ പ്രോപ്പർ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു. അത് തന്നെയാ പറയണത്. എന്തായാലും സഫിഷ്യന്റ് റിസോഴ്സസ് എവിടെ വേണം? മണി മാർക്കറ്റിൽ വേണം. കാരണം മണി മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ബോറോവേഴ്സ് ഉണ്ടായിരിക്കും, ലെൻഡേഴ്സ് ഉണ്ടായിരിക്കും. സോ നമ്മൾ അത്രയും ഡെഫിഷ്യൻസി വരുമ്പോൾ, പൈസയ്ക്ക് അത്രയും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ മണി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാണ്, മണി മാർക്കറ്റിൽ ബോറോ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജെനുവിൻ ബോറോവർ ആണ്. സോ നമ്മുടെ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വാൻസ്, നമ്മുടെ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യണം, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾ എന്നുള്ളത്. ആവശ്യങ്ങൾ അത്യാവശ്യമായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. സോ അതിന് എന്ത് വേണം? സഫിഷ്യന്റ് റിസോഴ്സസ് വേണം. ദാറ്റ് സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ദ സെൻസ് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഓക്കെ, അതായത് ഒരു ജെനുവിൻ ബോറോവർ ഒരു മണി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അയാളുടെ വാണ്ടിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ആവശ്യത്തിന് റിസോഴ്സസ് വേണം. ദെൻ ദ എയ്ത്ത് വൺ, എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. ദാറ്റ് മീൻസ് നമുക്കറിയാം പ്രൈമറി മാർക്കറ്റിൽ ഡീൽ ചെയ്യാനത്. ഇപ്പോൾ ഒരു കമ്പനി ആദ്യമായിട്ട് അവരുടെ ഷെയറോ സ്റ്റോക്കോ അല്ലെങ്കിൽ ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഏത് മാർക്കറ്റിലാണ്? പ്രൈമറി മാർക്കറ്റിൽ. അതായത് ആദ്യത്തെ സെക്യൂരിറ്റീസ്, ന്യൂ സെക്യൂരിറ്റീസ് ആണ് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡറി മാർക്കറ്റിലോ അപ്പൊ എന്തായിരിക്കും? ഓൾഡ് ആൻഡ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. സോ ഒരു സെക്കൻഡറി മാർക്കറ്റിന്റെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ എന്ത് വേണം? ഡെവലപ്ഡ് മണി മാർക്കറ്റ് വേണം. അതേപോലെ തന്നെ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ എന്തുണ്ടായിരിക്കണം? ദ പ്രസൻസ് അല്ലെങ്കിൽ ദ എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിന്റെ എക്സിസ്റ്റൻസ് എന്തിനാവശ്യമാണ്? ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന് ആവശ്യമാണ്. ദെൻ ദ നയൻത്ത് പോയിന്റ് പറയണത് ആംപിൾ സപ്ലൈ ഓഫ് റിസോഴ്സസ്. നമ്മൾ ഇത്രയും പോയിന്റ്സിൽ പറഞ്ഞ പോലെ തന്നെ മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ട്സിന് ഹൈ ഡിമാൻഡ്സ് ഉണ്ടായിരിക്കും. സോ ആ ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യാൻ അത്രയും സപ്ലൈ വേണം. ദെൻ ദ 10th വൺ, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ആക്ച്വലി പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്നുള്ളത് ഒരു നമ്മുടെ ഇക്കണോമിയെ സംബന്ധിച്ച് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്കണോമിയിൽ മാത്രമാണ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് എല്ലാം പോസിബിൾ ആവും. ദാറ്റ്സ് വൈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മണി മാർക്കറ്റിന്, അതായത് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ്.
ഇപ്പൊ നമ്മൾ കുറേ പോയിന്റ്സ് പറഞ്ഞു ഇല്ലേ? പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, സഫീഷ്യന്റ് റിസോഴ്സസ് വേണം, ദെൻ സെൻട്രൽ ബാങ്ക് വേണം, വെൽ ഡെവലപ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം വേണം, ഇങ്ങനെയൊക്കെ കുറേ പോയിന്റുകൾ പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ബിസൈഡ്സ് ദ എബവ് മെൻഷൻഡ് പോയിന്റ്സ് there must be industrial development, international trade, price stabilization, foreign investment, etc. are necessary for a developed money market. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വേണം, ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നുണ്ടായിരിക്കണം, പ്രൈസ് സ്റ്റെബിലൈസേഷൻ വേണം, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ മണി മാർക്കറ്റും മീനിങ്ങും ഡെഫിനിഷനും ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ്, ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മണി മാർക്കറ്റ്, അതായത് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ എസെൻഷ്യാലിറ്റീസ് ആണ്. ദെൻ വൺ മോർ ടോപ്പിക്, ചെറിയൊരു ടോപ്പിക് തന്നെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. ഒരു മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മണി മാർക്കറ്റ്, മണി മാർക്കറ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് പോയിന്റ്, ഡെവലപ്മെന്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. എന്താ പറയണത്? എ വെൽ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് strengthen the capital market also. The conditions prevailing in the money market influences the interest on long-term lending and resource mobilization in capital market. അതായത് ഒരു വെൽ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് എന്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതായത് നമ്മുടെ മണി മാർക്കറ്റിൽ പ്രിവൈൽ ചെയ്യുന്ന നിലനിൽക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മണി മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അതൊക്കെ എന്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ലോങ് ടേം ലെൻഡിങ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു മണി മാർക്കറ്റ് എന്തിന് റിക്വയർഡ് ആണ് അല്ലെങ്കിൽ എന്തിന് ആവശ്യമാണ്? ഒരു മണി മാർക്കറ്റ്, ഒരു വെൽ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഉണ്ടെങ്കിൽ ലാണ് എന്ത് പോസിബിൾ ആവുള്ളൂ? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പോസിബിൾ ആവുന്നുള്ളൂ. ദെൻ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഫിനാൻസിങ് ട്രേഡ്. മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് which are discounted in money market. Thus, the money market plays an important role in both internal and international trade. നമുക്കറിയാം, നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഡൊമസ്റ്റിക് ട്രേഡ്സ് ഉണ്ട്, ഫോറിൻ ട്രേഡ്സ് ഉണ്ട് ഇല്ലേ? അതായത് ബോത്ത് ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തില് ട്രേഡുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചുകൾ ഡീൽ ചെയ്യുന്നില്ലേ? ഈ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചുകൾ ഡീൽ ചെയ്യുന്നത് മണി മാർക്കറ്റിലാണ്. ബിക്കോസ് അതൊരു ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ആണ്. മണി മാർക്കറ്റിലെ ബിൽസ് മാർക്കറ്റ് ആണ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ചുകൾ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതൊക്കെ ഡിസ്കൗണ്ട് ചെയ്യണത്. സോ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ട്രേഡിനെ ആയിക്കോട്ടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിൽ ആർക്ക് റോൾ ഉണ്ട്? മണി മാർക്കറ്റിന് റോൾ ഉണ്ട്. സോ മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഫിനാൻസിങ് ട്രേഡ്, അതായത് ബോത്ത് ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ ട്രേഡിനെ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. യെസ്, ദ തേർഡ് പോയിന്റ് എന്താ പറയണത്? ഫിനാൻസിങ് ഇൻഡസ്ട്രി. ഇപ്പോൾ ട്രേഡിനെ ഫിനാൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രീനെയും ഫിനാൻസ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഒരു കമ്പനിക്ക്, ഒരു ബിസിനസ് ഓർഗനൈസേഷന് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് വരും. എങ്ങനെയാ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് വരുന്നത്? അവരുടെ പ്രൊഡക്ഷൻ ഒക്കെ എന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡേ ബൈ ഡേ എല്ലാം പ്രോഗ്രസീവ് ആയിട്ട് ഇങ്ങനെ നടക്കണം വേണ്ടേ? അപ്പൊ ഇത്തരത്തില് ഓരോ ദിവസത്തെയും ആക്ടിവിറ്റീസ് ചെയ്യാൻ, ഓരോ ദിവസത്തെയും പ്രൊഡക്ഷൻ ചെയ്യാൻ എന്ത് വേണം? വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടേ? ഈ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചേഴ്സിനെ മീറ്റ് ചെയ്യാൻ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സോ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എവിടുന്നാ സെക്യൂർ ചെയ്യണത്, എവിടുന്നാ മൊബിലൈസ് ചെയ്യണത്? മണി മാർക്കറ്റിൽ നിന്നാണ്. അതായത് ഷോർട്ട് ടേം ഫണ്ട്സുകൾ മണി മാർക്കറ്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രീസിന്, കമ്പനീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു മണി മാർക്കറ്റിന്റെ കണ്ടീഷൻസ് തന്നെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യണത്. സോ ഇത്തരത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം മതിയോ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്? അല്ല,
അവർക്ക് ലോങ് ടേം ക്യാപിറ്റലും വേണം. സോ ആ ലോങ് ടേം ക്യാപിറ്റൽ അവർ എവിടുന്ന റൈസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന്. ആ ക്യാപിറ്റൽ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? മണി മാർക്കറ്റിനെ. സോ രണ്ട് രീതിയിലാണ് ഇൻഡസ്ട്രീസിനെ മണി മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യണത്. ഫസ്റ്റ് വൺ ഡയറക്ട്ലി, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കുന്നു. രണ്ടാമത് മണി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിലെ മണി മാർക്കറ്റിലെ കണ്ടീഷൻസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നാണ് ഇൻഡസ്ട്രീസ് ലോങ് ടേം ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്. യെസ്, then the fourth point, നാലാമത്തെ പോയിന്റ് ആണ് ഹെൽപ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ട്സുകൾ സപ്ലൈ ചെയ്യണത്. അല്ലെങ്കിൽ മണി മാർക്കറ്റിലെ ദ മെയിൻ ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നില്ലേ? ആ ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിലെ സർപ്ലസ് ഫണ്ടുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് മണി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ലെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 year ആണ് അതിന്റെ മെച്യൂരിറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ ലിക്വിഡിറ്റി ലോസ് ചെയ്യാതെ, വിത്തൗട്ട് ലോസിങ് ദെയർ ലിക്വിഡിറ്റി ദേ ക്യാൻ ഏൺ പ്രോഫിറ്റ്. അവർ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. Then the fifth one helps central bank. സെൻട്രൽ ബാങ്കിനെ സഹായിക്കുന്നുണ്ട് മണി മാർക്കറ്റ്. എങ്ങനെ സഹായിക്കുന്നത്? നമ്മുടെ മണി മാർക്കറ്റിൽ പ്രിവൈൽ ചെയ്യുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മണി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെയാണ് നമ്മുടെ ഇക്കണോമിയുടെ ബാങ്കിങ് കണ്ടീഷൻസ്, മോണിറ്ററി കണ്ടീഷൻസ്, ഇക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ റിവീൽ ചെയ്യുന്നത്. സോ ഈ മണി മാർക്കറ്റിലെ കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ഈ മണി മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് സെൻട്രൽ ബാങ്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. Then the sixth one, guide and helps to government. Of course, ഇപ്പൊ സെൻട്രൽ ബാങ്കിനെ പോളിസി എടുക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഗവൺമെന്റിനെ പ്രോപ്പറായിട്ട് ബഡ്ജറ്റ്സ് പ്ലാൻ ചെയ്യാൻ, അല്ലെങ്കിൽ പോളിസീസ് എടുക്കാൻ, ഇക്കണോമിക് പോളിസീസ്, മോണിറ്ററി പോളിസീസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? മണി മാർക്കറ്റ് സഹായിക്കുന്നു. കാരണം മണി മാർക്കറ്റിന്റെ ദാറ്റ് റിയൽ ടൈം ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, മണി മാർക്കറ്റ് കണ്ടീഷൻസ് ആണ് ഗവൺമെന്റും പോളിസി ഫോർമുലേഷൻസിന് വേണ്ടിയിട്ട് ബേസ് ചെയ്യുന്നത്. ദെൻ ഗവൺമെന്റിന് ഏതെങ്കിലും രീതിയിൽ ഡെഫിസിറ്റ് വരുമ്പോൾ അവർക്ക് വേണ്ട ഷോർട്ട് ടേം ഫണ്ടുകളും ആര് പ്രൊവൈഡ് ചെയ്യുന്നു? മണി മാർക്കറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. Then the seventh one, the last one, encourages savings and investments. നമുക്കറിയാം മണി മാർക്കറ്റ് ഷോർട്ട് ടേം ഫണ്ട്സുകളാണ് ഡീൽ ചെയ്യണത്. അത് നമ്മുടെ സൊസൈറ്റിയുടെ സേവിങ്സിന് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ദെൻ ആ സേവിങ്സ് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അത് ഇൻവെസ്റ്റ്മെന്റ്സിന്, അതായത് പ്രൊഡക്റ്റീവായിട്ട് ചാനലൈസ് ചെയ്യുന്നുണ്ട്. ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിലേക്ക് ഫണ്ടിന്റെ ഫ്ലോ, എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഇത് എന്ത് ചെയ്യുന്നുണ്ട്? എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? So money market helps to transfer fund from one sector to another and it encourage savings and investments. Okay, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് പ്രോപ്പറായിട്ട് അവൈലബിൾ ആയിരിക്കണം, ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും, മണി റേറ്റ്സിൽ, ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നില്ല, അവിടെ ഒരു ബിൽ മാർക്കറ്റ് ഉണ്ടായിരിക്കും, സഫിഷ്യൻറ്റ് റിസോഴ്സസ് ഉണ്ടായിരിക്കും, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടായിരിക്കും, ആംപിൾ സപ്ലൈ ഓഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കും, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ ടു ദാറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ട്രേഡ്, പ്രൈസ് സ്റ്റെബിലൈസേഷൻ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം എന്തിന് നെസസറി ആണ്? ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന് ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്സിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രീനെ ഫിനാൻസ് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ സഹായിക്കുന്നുണ്ട്, ദെൻ സെൻട്രൽ ബാങ്കിനെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഗവൺമെന്റിന് ഡെഫിഷ്യൻസീസ് വരുമ്പോൾ ഫണ്ട് കൊടുക്കുന്നു, ദെൻ അവർക്കും ഈ പറഞ്ഞ പോലെ സ്യൂട്ടബിൾ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മുടെ സൊസൈറ്റിയുടെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സിനെ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസും ദെൻ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന് വേണ്ട ക്വാളിറ്റീസ്, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും ആണ് കേട്ടോ.
താങ്ക് യു.